ഹലോ, ഇന്ന് ഞാൻ എടുക്കുന്നത് ഇഗ്നോ MA ഹിസ്റ്ററിയിലെ പേപ്പറായ MHA 103 ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. വാട്ട് ഈസ് ഒബ്ജക്റ്റിവിറ്റി എന്നൊരു ടോപ്പിക്കാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ എന്താ നോക്കാം. ഒബ്ജക്റ്റിവിറ്റി റെഫേഴ്സ് ടു ദ അബിലിറ്റി ടു പെർസീവ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രസൻറ്റ് ഫാക്ട്സ് വിത്തൗട്ട് പേഴ്സണൽ ബയാസ്, ഇമോഷൻസ് ഓർ സബ്ജക്റ്റീവ് ഇൻഫ്ലുവൻസ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മൾ നമ്മുടെ ഇമോഷൻസ് വെച്ചിട്ടല്ലാതെ, നമ്മുടെ പേഴ്സണൽ ബയാസസ് വെച്ചിട്ടല്ലാതെ, മറ്റൊരു സബ്ജക്റ്റീവ് ഇൻഫ്ലുവൻസ് വെച്ചിട്ടല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൂവ്ഡായിട്ടുള്ള എവിഡൻസിൻ്റെ ബേസിസിലായിട്ടോ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അബിലിറ്റി ടു പെർസീവ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രസൻറ്റ് ഫാക്ട്സ് വിത്തൗട്ട് നമ്മുടെ പേഴ്സണൽ ബയാസസ് വെച്ചിട്ടോ ഇമോഷൻസ് വെച്ചിട്ടോ സബ്ജക്റ്റ് ഇൻഫ്ലുവൻസ് വെച്ചിട്ടോ ആവരുത് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. അത് ഒരു പ്രൂവ്ഡ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അത് ഒബ്ജക്റ്റിവിറ്റിയിലാണ് വരിക. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്ത് പറയുന്നു, ഇപ്പോൾ ഞാനൊരു പെയിൻറ്റിങ് കണ്ടിട്ട് പറയുകയാണ്, നല്ല ഭംഗിയുള്ള ചിത്രം എന്ന് പറയുകയാണെങ്കിൽ അത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ മാത്രമാണ്. അതിപ്പോൾ മറ്റൊരാൾ നോക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇത്തരത്തിലെ സബ്ജക്റ്റീവ് ഇൻഫ്ലുവൻസിലൂടെ അല്ലാതെ, പേഴ്സണൽ ബയാസസിലൂടെ അല്ലാതെയുള്ള നമുക്ക് പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് നമ്മൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇറ്റ് എംഫസൈസ് ട്രൂത്ത് ബേസ്ഡ് ഓൺ എവിഡൻസ് ആൻഡ് റിയാലിറ്റി, നോട്ട് ഒപ്പീനിയൻസ്. അവിടെ എന്താണ്, ട്രൂത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ റിയാലിറ്റിക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ ഒപ്പീനിയൻസിനല്ല ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഫസ്റ്റ് പോയിൻറ്റ്, റൂട്ടഡ് ഇൻ എപ്പിസ്റ്റമോളജി ആൻഡ് കൺട്രാസ്റ്റ് വിത്ത് സബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഇവിടെ പറയുന്ന നമ്മുടെ ഒബ്ജക്റ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ടേമാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ റിസർച്ച് നടത്തുകയാണ്. അപ്പോൾ റിസർച്ചിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു പ്രൂവ്ഡ് ആയിട്ടുള്ള എവിഡൻസസിൻ്റെ ബേസിസ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ റിസർച്ച് ചെയ്യുന്നു. അതെന്താണ്, ഒബ്ജക്റ്റിവിറ്റി എന്നാണ് പറയുക. ഇപ്പോൾ ഞാൻ റിസർച്ച് നടത്തുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ബയാസസ് ആയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻസ് വെച്ചിട്ട്, എൻ്റെ ഇമോഷൻസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ റിസർച്ചിലെ കുറച്ച് കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണ്, സബ്ജക്റ്റിവിറ്റിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ ലിങ്കഡ് വിത്ത് തിങ്കേഴ്സ് ലൈക്ക് ഇമാനുവൽ കാന്റ് ആൻഡ് അഗസ്റ്റ് കോംറ്റെ. ഇനി ഒബ്ജക്റ്റിവിറ്റിയുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാനുള്ളത്. ഫസ്റ്റ് വന്നിട്ടുള്ള ഇമ്പാർഷ്യാലിറ്റിയാണ്. അതായത് ഫ്രീ ഫ്രം ഫേവറിറ്റിസം ഓർ പ്രെജുഡൈസ്. നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഫേവറായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മുൻവിധി വെച്ചിട്ട് പ്രെജുഡൈസ് ആയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതാണ് ഇമ്പാർഷ്യാലിറ്റി വരുന്നത്. ദെൻ എവിഡൻസ് ബേസ്ഡ്, അതായത് ഇപ്പോൾ നമ്മൾ ഓരോ റിസർച്ചോ കാര്യങ്ങളോ നടത്തുന്ന സമയത്ത് റിലൈസ് ഓൺ വെരിഫൈബിൾ ഡാറ്റ. നമ്മൾ ആ ഒരു ഡാറ്റയെ വെച്ചിട്ട് എന്ത് ചെയ്യുക, എവിഡൻസ് ബേസ്ഡ് ആക്കിയിട്ടുള്ള ഒരു റിസർച്ച് നടത്തുക. അപ്പോൾ അത് നമ്മുടെ ഒബ്ജക്റ്റിവിറ്റിയുടെ ഫീച്ചറാണ്. ദെൻ യൂണിവേഴ്സാലിറ്റി വരികയാണെങ്കിൽ, കൺക്ലൂഷൻസ് ഹോൾഡ്സ് ട്രൂ റിഗാർഡ്ലെസ് ഓഫ് യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവ്. അതായത് നമ്മുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ടായിരിക്കരുത് ആ ഒരു കൺക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ട്രൂ റിഗാർഡ്ലെസ് എന്ന് പറയുന്നുണ്ട്. ദെൻ കൺസിസ്റ്റൻസി, സെയിം റിസൾട്ട്സ് അണ്ടർ സിമിലർ കണ്ടീഷൻസ്. ഇപ്പോൾ നമ്മൾ റിസർച്ച് നടത്തി, അപ്പോൾ പിന്നെ അത് നോക്കുമ്പോൾ സമയത്ത് സെയിം ആയിട്ടുള്ള റിസൾട്ട് തന്നെ ആയിരിക്കണം വരേണ്ടതെന്ന് പറയുന്നുണ്ട്. ന്യൂട്രാലിറ്റി, ആബ്സെൻസ് ഓഫ് ഇമോഷണൽ ഓർ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ്. നമ്മുടെ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല, ന്യൂട്രലായിരിക്കണം നമ്മുടെ ഡിസിഷൻസ് എന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് അതിൻ്റെ കീ ഫീച്ചേഴ്സ് വരുന്നത്. ഇമ്പാർഷ്യാലിറ്റി, എവിഡൻസ് ബേസ്ഡ്, യൂണിവേഴ്സാലിറ്റി, ദെൻ കൺസിസ്റ്റൻസി ആൻഡ് ന്യൂട്രാലിറ്റി. ഇത്രയാണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് ഒബ്ജക്റ്റിവിറ്റി വേഴ്സസ് സബ്ജക്റ്റിവിറ്റിയാണ്. എന്താണ് തമ്മിലെ ഡിഫറൻസ് എന്നാണ് നോക്കാനുള്ളത്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ട് ബേസ്ഡ്, മെഷറബിൾ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഒബ്സർവർ. നമ്മൾ ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ട്രൂഡ് എവിഡൻസസിൻ്റെ ബേസിസിലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു സംഭവത്താണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു മൂവി കാണാൻ പോവുകയാണ്. അപ്പോൾ മൂവിയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 hour ആണ്. അപ്പോൾ അതെന്താണ്, ഞാൻ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയൊരു കാര്യമാണ് അല്ലേ, മെഷറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സബ്ജക്റ്റിവിറ്റി നോക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ഫീലിങ്സ്, ബിലീഫ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. അവിടെ നമ്മുടെ ഫീലിങ്സും നമ്മുടെ ബിലീഫ്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ആ മൂവി കണ്ടതിന് ശേഷം ഞാൻ പറയുകയാണ്, ഈ ഈ മൂവി വളരെ നല്ല സിനിമയായിരുന്നു, അതെന്താണ്, എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. ചിലപ്പോൾ അതേ മൂവി കണ്ടിട്ട് മറ്റൊരാൾ പറയുകയാണ്, എനിക്ക് ഈ മൂവി അത്ര ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ സബ്ജക്റ്റിവിറ്റിയിൽ വരുന്നൊരു കാര്യമാണ്.
ദെൻ ഒബ്ജക്റ്റിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് വരുന്നത് എസെൻഷ്യൽ ഇൻ സയൻറ്റിഫിക് റിസർച്ച് ഫോർ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. നമ്മൾ ഒരു റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അതിൻ്റെ സാധ്യതയും റിലയബിലിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിവിറ്റിയാണ് വേണ്ടത്. ദ ക്രൂഷ്യലി ജേർണലിസം ഫോർ അക്യുറേറ്റ് റിപ്പോർട്ടിംഗ്. നമുക്ക് കറക്റ്റായിട്ടുള്ള അക്യുറേറ്റ് റിപ്പോർട്ടിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിവിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ ഇമ്പോർട്ടൻസ് ഇൻ ജുഡീഷ്യറി ആൻഡ് ഗവേണൻസ് ഫോർ ഫെയർനെസ്. നമുക്ക് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിവിറ്റിയാണ്, അല്ലാതെ നമ്മുടെ പേഴ്സണൽ ബയാസസ് വെച്ചിട്ടോ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ടോ ആയിരിക്കരുതെന്ന് പറയുന്നുണ്ട്. ദ ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബൈ റെഡ്യൂസിങ് ബയാസസ്. നമ്മുടെ ബയാസസ് ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിവിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫേവറേറ്റിസം വെച്ചിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു കാര്യം ചെയ്യുക, അതൊന്നും എന്തല്ല. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിവിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റിവിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡിസിഷൻ മേക്കിൽ ചിലപ്പോൾ റോങ് ആയിട്ട് വരാൻ ചാൻസസ് വരുന്നുണ്ട്. സോ ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എക്സാമിന് ഇങ്ങനെ പോയിൻ്റ് ആക്കി തന്നെ പഠിക്കാം കേട്ടോ, എന്നാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യന് വാട്ട് ഈസ് ഒബ്ജക്റ്റിവിറ്റി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പോയിൻ്റ് വൈസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് എക്സാം എഴുതാനും നല്ല സ്കോർ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റിവിറ്റിയാണ്. നമുക്ക് ഒബ്ജക്റ്റിവിറ്റി പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് വന്നിട്ടുള്ള സയൻറ്റിഫിക് ഒബ്ജക്റ്റിവിറ്റി, ദെൻ മോറൽ ഒബ്ജക്റ്റിവിറ്റി, പ്രൊസീജിയർ ഒബ്ജക്റ്റിവിറ്റി. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ള സയൻറ്റിഫിക് ഒബ്ജക്റ്റിവിറ്റിയാണ്. അതായത് ബേസ്ഡ് ഓൺ എംപിരിക്കൽ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. നമ്മൾ പരീക്ഷണങ്ങളുടെ ഒരു എംപിരിക്കൽ ഒബ്സർവേഷനിലൂടെയൊക്കെയുള്ള ഒരു ആക്ടിവിറ്റീനെയാണ് നമ്മൾ സയൻറ്റിഫിക് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ മോറൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ബിലീവ് ദാറ്റ് മോറൽ ട്രൂത്ത് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഒപ്പീനിയൻസ്. നമ്മുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് മോറൽ ട്രൂത്തിലൂടെയുള്ള നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻസിനെയാണ് എന്ന് പറയുന്നത് മോറൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ ലാസ്റ്റ് വൺ പ്രൊസീജിയറൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അച്ചീവ് ത്രൂ സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ്. കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിലൂടെയുള്ള ഒരു പ്രോസസ്സിനെയാണ് പ്രൊസീജിയറൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മുടെ ഹിസ്റ്ററിയിൽ മെയിനായിട്ട് ചാലഞ്ചസ് ടു ഒബ്ജക്റ്റിവിറ്റി നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ബയാസസ് ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആണ് ഫസ്റ്റ് വരുന്നത്. അതായത് നമ്മൾ ഒബ്ജക്റ്റിവിറ്റി നമ്മുടെ റിസർച്ചിന് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുമ്പോഴും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ചാലഞ്ചസ് വരുന്നുണ്ട്. ഫസ്റ്റ് വന്നിട്ടുള്ള പറയുന്നതാണ് ഈ പേഴ്സണൽ ബയാസസും കൾച്ചറൽ ഇൻഫ്ലുവൻസും ഒക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അതിലേക്ക് വരാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ ലാംഗ്വേജ് ആൻഡ് ഇൻ്റർപ്രറ്റേഷൻ ഇഷ്യൂസ്. ഇപ്പോൾ നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, അവിടുത്തെ ലിഖിതങ്ങളും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് വായിക്കപ്പെട്ടിട്ടില്ല അല്ലേ. അപ്പോൾ ആ ഒരു അത്തരത്തിൽ ഇൻ്റർപ്രിട്ടേഷൻ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്തും ഇത്തരത്തിലുള്ള സബ്ജക്റ്റിവിറ്റി കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പവർ സ്ട്രക്ചേഴ്സ് അഫക്റ്റ് ന്യൂട്രൽ നറേറ്റീവ്സ്. പവർ സ്ട്രക്ചേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ദെൻ പോസ്റ്റ് മോഡേൺ ക്രിറ്റിക്സും അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചാലഞ്ചായിട്ട് വരുന്നുണ്ട്. ദെൻ ഈ ചാലഞ്ചൊക്കെ മറികടന്ന് നമ്മുടെ ഒബ്ജക്റ്റിവിറ്റിയിലേക്ക് എത്താനുള്ള മെത്തേഡ്സാണ് പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ് യൂസ് ഓഫ് സിസ്റ്റമാറ്റിക് മെത്തഡോളജി. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ദെൻ പിയർ റിവ്യൂ ആൻഡ് റെപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മൾ റിസർച്ചൊക്കെ നടത്തുന്ന സമയത്ത് പിയർ റിവ്യൂ, നമ്മൾ സമകാലികമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു റിസർച്ച് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ സെപ്പറേഷൻ ഓഫ് ഫാക്ട്സ് ഫ്രം ഒപ്പീനിയൻസ്. നമ്മുടെ ഫാക്ട്സിനെ എന്ത് ചെയ്യുക, ഒപ്പീനിയൻസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ദെൻ അവെയർനെസ് ആൻഡ് കൺട്രോൾ ഓഫ് പേഴ്സണൽ ബയാസ്. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. നമ്മൾ അവെയറായിട്ട് എന്ത് ചെയ്യുക, പേഴ്സണൽ ബയാസസ് നമ്മളെ ആ ഒരു റിസർച്ചിലേക്ക് എത്തിച്ചേരാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യുക. ഇത്രയാണ് മെത്തേഡ്സ് ടു അച്ചീവ് ഒബ്ജക്റ്റിവിറ്റി എന്നതിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഒബ്ജക്റ്റിവിറ്റിയുടെ ക്രിറ്റിസിസം ആണ് നോക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ്, കംപ്ലീറ്റ് ഒബ്ജക്റ്റിവിറ്റി മേ ബി അൺഅറ്റൈനബിൾ. അപ്പോൾ അവിടെ ഒബ്ജക്റ്റിവിറ്റി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ക്രിറ്റിക്സ് ആർഗ്യൂ ഓൾ നോളജ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പെർസ്പെക്റ്റീവ്. ദെൻ ഈവൻ സയൻറ്റിഫിക് പ്രാക്ടീസസ് ക്യാൻ ക്യാരി ഹിഡൻ അസംഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റിവിറ്റി ഒരു ക്രിറ്റിസിസം ആയിട്ട് വരുന്നത്. അതായത് എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ വരാൻ ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിനെ കൺക്ലൂഷൻ നോക്കാം. ഒബ്ജക്റ്റിവിറ്റി ഈസ് ആൻ ഐഡിയൽ സ്റ്റാൻഡേർഡ് rather than an absolute state. Then it remains essential for credible knowledge production and rational inquiry. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു എവിഡൻസസിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു സബ്ജക്റ്റീവ് ഇൻഫ്ലുവൻസ് ഇല്ലാതെ നമ്മുടെ ഇമോഷൻസിന് അല്ലെങ്കിൽ പേഴ്സണൽ ബയാസസ് വെച്ചിട്ടല്ലാതെയുള്ള അത്തരത്തിലുള്ളൊരു മെത്തേഡാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.